അങ്ങനെ 5 ദിവസത്തെ ഹോസ്പിറ്റൽ വാസമൊക്കെ ഇത് ഇന്ന് രാവിലെയോട് കൂടി അവസാനിച്ചു കേട്ടോ. ഇന്ന് രാവിലത്തെ ഇഞ്ചക്ഷൻ ഞങ്ങൾ പോയിട്ട് എടുത്തായിരുന്നു കേട്ടോ, പിള്ളേർ എഴുന്നേൽക്കുന്ന മുന്നേ ആയിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് അല്ലുക്കുഞ്ഞിന് എന്തോ ഒരു ക്ഷീണം പോലെ തോന്നി. രാത്രിയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയിട്ട് അല്ലുക്കുഞ്ഞിന് ഇങ്ങനെ ഈ ഒരു ശ്വാസം മുട്ടൽ വരുമല്ലേ. അപ്പോൾ ഇത്തവണ ഡോക്ടറെ മാറി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്കൊരു കുട്ടി തൃപ്പൂണിത്തുറ AV ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ മക്കൾക്ക് അങ്ങനെ മാറിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അല്ലുക്കുഞ്ഞിനായിട്ട് അവിടെ വന്ന ദിവസം ആ ഡോക്ടർ അവിടെ ഇല്ല. വിളിച്ച് ചോദിച്ചായിരുന്നു, അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മാറ്റി കാണിക്കാൻ ഉദ്ദേശിച്ചതല്ല. അപ്പം ഒന്ന് വേറെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു. ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഫുഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കുറേ ഉൾപ്പെടുത്തണം ഡയറ്റിൽ. കാര്യം അവന് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഒരുപാട് മെഡിസിൻസ് ഇങ്ങനെ കഴിച്ച് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അത് എന്തായാലും നമുക്ക് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അതിനുള്ള മെഡിസിനും ഒരു മരുന്ന് മാത്രമാണ് തന്നേക്കണം കേട്ടോ. പിന്നെ മൾട്ടിവൈറ്റമിൻ തന്നായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും നമ്മളിത് ഫുഡ് കഴിക്കാൻ തൃപ്പൂണിത്തുറ തന്നെ റോയൽ ബേക്കറി കയറി. അവിടെ നിന്ന് നൂഡിൽസും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ദേറ്റയുടെ വീട്ടിലോട്ട് പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് ദച്ചുട്ടിക്ക് എന്തൊക്കെ തൊണ്ടവേന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കും, അടുത്ത അവൾ തൊണ്ടവേനയായിട്ട് വരുവാണെന്നൊക്കെ ഓർത്തിട്ട്. ദച്ചുട്ടിൻ്റെ ഈ ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി സ്കൂളിലൊക്കെ ഇടാനായിട്ട് ഒത്തിരി റേറ്റിന് ഡ്രസ്സൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാട്ടോ. മേളിൽ നല്ല നല്ല ഡ്രസ്സാണ് കേട്ടോ, നല്ല അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ നമ്മൾ വഴി നിർത്തി ഒന്ന് മൈൻഡ് മാറാൻ വേണ്ടി അവിടെ നിർത്തിയിട്ട് പോകുന്നുണ്ട്. നല്ല പൊരി വെയിലായിരുന്നു, അധികം നേരം നിന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ദച്ചുട്ടി തൊണ്ടവേന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എന്താ ബുദ്ധിമുട്ടെന്ന് അറിയത്തില്ല. തണുത്തായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ഈ ഒരു ഐറ്റം അവരെ കാത്തിങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവർക്ക് ഇത് കളിക്കാൻ ഡക്കിൻ്റെ ഈ ഒരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ്. അത് കുറേ നേരം പിള്ളേർ അത് വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഒരു 3 വയസ്സിന് മേലെ കളിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അല്ലുക്കുഞ്ഞിന് ഇതൊക്കെ കിട്ടിയത് 3 വയസ്സിന് താഴെയുള്ള സമയത്താണ് കിട്ടിയത്. അതൊക്കെ അപ്പം തന്നെ നശിപ്പിച്ചു കേട്ടോ. ഇപ്പം പിന്നെ അതും വെച്ചിട്ട് കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കൂടെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. നല്ല ഐറ്റമാണ്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജ് റെഡിയാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കറണ്ട് പോയ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് തലയൊന്ന് കഴുകിയിട്ട് വന്നു. 7 ദിവസം കൊണ്ടിട്ട് ഇന്നലെ തലയൊന്നും നനയ്ക്കുന്നതായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമുക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. നിറച്ച് ചെയ്യലാട്ടോ, അതാണ് ഞാൻ ഈ എക്സ്പ്രഷൻ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 കൂടി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോകാൻ കേട്ടോ. വേറെ ഒന്നുമല്ല, ഏട്ടയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകാൻ പറ്റിയില്ല. രാവിലെ ഫുൾ ഹോസ്പിറ്റലിലൊക്കെ ഓടുമായിരുന്നല്ലോ. അങ്ങനെ വൈകിട്ട് വന്ന് അമ്പലത്തിൽ വന്നപ്പോഴേക്കും അവിടെ നിവേദ്യം ആയതുകൊണ്ടിട്ട് അടച്ചേക്കുമായിരുന്നു, കയറാൻ പറ്റിയില്ല. പിന്നെ ഇത് തെച്ചുട്ടി അല്ലുക്കുഞ്ഞും കൂടെ എടുക്കുന്ന വീഡിയോസാണ്. ഇപ്പോൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ എടുത്ത് എന്നോട് കുറേയൊക്കെ. അങ്ങനെ അവിടെ നിന്നും പ്രാർത്ഥിച്ചു. നമ്മൾ തലേദിവസം പള്ളിയിലൊക്കെ പോയിട്ട് മെഴുതിലൊക്കെ കത്തിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നേരെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോൾ നേരെ ത്രെഡ് ചെയ്യാൻ പോയി. അപ്പോൾ അത് അടച്ചിട്ടൊന്നുമില്ലായിരുന്നു. നേരെ പോയി ത്രെഡൊക്കെ ചെയ്തു. ഇത്തിരി തിന്നായിട്ട് പോയെന്ന് ഡൗട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ത്രെഡൊക്കെ ചെയ്ത് നമ്മൾ കേക്ക് വാങ്ങിച്ചു. ഞാൻ ഏട്ടായി എന്ന് എഴുതാൻ പറഞ്ഞാണ് കേട്ടോ. എന്തൊക്കെയോ എഴുതി വെച്ചു. പിന്നെ നമുക്കത് ഏട്ടായിട്ടങ്ങ് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. കേക്ക് കഴിച്ചോട്ട് കുഞ്ഞ് കേക്ക് വാങ്ങിച്ചോളെ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ ഒരു ഹോസ്പിറ്റൽ ദിവസത്തിൻ്റെ ഇടയിലുള്ള ബർത്ത്ഡേ ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. പിന്നെ തല്ലുക്കുഞ്ഞിനെ പഠിപ്പിക്കുക ഇരുത്തി കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ മുതൽ ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുവാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.